മഹാകാലേശ്വര ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രഗോപുരം ജലത്തിൽ വ്യക്തമായി പ്രതിഫലിച്ചു കാണാം. കൈകൾ കഴുകി ക്ഷേത്രത്തിലേക്ക് നടന്നു. മഹാകാലേശ്വരൻ്റെ നടയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സിൽ കൂടി 12 ജ്യോതിർലിംഗങ്ങളുടെയും ദൃശ്യം മിന്നിമറഞ്ഞു. അവയെ ദിവസേന സ്മരിക്കുന്നത് പോലും സപ്തജന്മകൃതങ്ങളായ പാപങ്ങൾക്ക് പരിഹാരമെന്ന ഖ്യാതി. മനസ്സിൽ ജ്യോതിർലിംഗങ്ങളും അവയുടെ ആസ്ഥാനങ്ങളും അവയുടെ വൈശിഷ്ട്യവും ക്രമാനുഗത ശ്രേണിയായി രൂപം കൊണ്ടു. ക്ഷേത്രത്തിൻ്റെ സോപാനത്തിലെത്തി കാളിദാസൻ ഒരു നിമിഷം നിന്നു. ഒരു ഋഷി മഹാകാലേശ്വരൻ്റെ മഹിമ വർണ്ണിക്കുന്നു. ഭക്തരുടെ ഒരു കൂട്ടം അദ്ദേഹത്തിനു മുന്നിലുണ്ട്. കാളിദാസൻ ചിന്തിച്ചു, മഹാദേവൻ ശിവനെ ഭക്തർ നേരിട്ട് കണ്ട പുണ്യസ്ഥലങ്ങൾ. താൻ അവസാനം ഇവിടെയും എത്തിയിരിക്കുന്നു. ഉജ്ജയിനിയിൽ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ പടികളിറങ്ങി മഹാകാലേശ്വരൻ്റെ മുന്നിലെത്തി നിന്നു. ദക്ഷിണാമൂർത്തിയായി നിലകൊള്ളുന്ന ശിവചൈതന്യത്തിനു മുമ്പിൽ കാലത്തിന് സാക്ഷിയായ മഹാകാലേശ്വരൻ. കാലഗണനയിൽ ഉജ്ജയിനിയുടെ പ്രാധാന്യം മഹാകാലേശ്വരൻ്റെ സാന്നിധ്യം തന്നെ വ്യക്തമാകുന്നു. കാലഗണനയുടെ കേന്ദ്രബിന്ദു. സാഷ്ടാംഗ പ്രണാമം നടത്തി എഴുന്നേൽക്കുമ്പോൾ മഹാകാലേശ്വരൻ്റെ അനുഗ്രഹം ലഭിച്ചു എന്നു തോന്നി. മനസ്സിൽ അനിർവചനീയമായ ശാന്തി. കണ്ണടച്ച് ഒരു നിമിഷം കൂടി നിന്നപ്പോൾ കൈലാസശൃംഗത്തിൽ മഹാദേവൻ്റെ പാതാരവിന്ദങ്ങൾ ദർശിച്ചതുപോലെയുള്ള അനുഭൂതിയായിരുന്നു. മഹാകാലേശ്വര ക്ഷേത്രത്തിന് മുന്നിൽ കുറച്ചു മാറി അവന്തികാദേവിയുടെ ക്ഷേത്രം. അവന്തികാദേവിയെ തൊഴുതു നിൽക്കുമ്പോൾ ഇത് മഹാകാളി തന്നെയാണെന്ന ബോധം കാളിദാസൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. മഹാകാളിയുടെ മുന്നിൽ കാളിദാസൻ സാഷ്ടാംഗം നമസ്കരിച്ചു. തൻ്റെ ശിരസിൽ വിദ്യാവാസിനിയായ ദേവി അനുഗ്രഹം ചൊരിയുന്നുവെന്ന് കാളിദാസന് അനുഭവപ്പെട്ടു. ചമ്പയിലെ ദേവിയുടെ അനുഗ്രഹം ഇന്നോളം തന്നോടൊപ്പമുണ്ടായിരുന്നു. അവന്തികാദേവിയും കാളീശ്വരി തന്നെയാണ്. മനസ്സ് ശാന്തമായിരുന്നു. പക്ഷേ കർമ്മമാണ് മുന്നോട്ടുള്ള വഴി തെളിക്കുക. അതുകൊണ്ട് തന്നെ കാളിദാസൻ്റെ മനസ്സിൽ ഇനി എന്ത് എന്ന ചോദ്യം ഉയർന്നു വന്നു. വർഷങ്ങളോളം യാത്ര ചെയ്തു. മാളവത്തിൽ എത്തിച്ചേരണം എന്ന ചിന്താഗതി ഇന്നും മനസ്സിനെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. മാതാപിതാക്കളെ അവിടെയെങ്ങാനും കണ്ടെത്താനാകുമോ എന്ന ഒരു ആഗ്രഹം മനസ്സിൻ്റെ കോണിൽ. തൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ ഈ മാളവത്തിലേ കണ്ടെത്താനാവൂ. ഇന്നോളം കാലത്തിൻ്റെ ചരണത്തിൽ ജീവിതം അർപ്പിച്ചിരിക്കുകയായിരുന്നു. തനിക്ക് മാളവത്തിലെത്തേണ്ട വഴി ആ സേതു ഹിമാചലം നീണ്ടുകിടക്കുന്നു എന്ന ഭാവത്തിൽ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഹിമശൃംഗത്തിൽ ജഗത്പിതാവിനെ ദർശിക്കാൻ കഴിഞ്ഞു എന്നു തോന്നിയപ്പോൾ ജനയിതാവിൻ്റെ പ്രാധാന്യം മനസ്സിൽ കുറഞ്ഞുപോയിരുന്നു. ഉജ്ജയിനിയുടെ ദാസനായപ്പോൾ ജനനി മറ്റൊരാളല്ല എന്ന് തോന്നിയോ? മാളവത്തിലെത്താൻ താൻ ഇത്രയും കാലം വൈകിയതെന്തേ എന്ന ചോദ്യം മനസ്സിലെവിടെയോ ഉയർന്നു നിന്നു. അതുവരെ ഇല്ലാതിരുന്ന ഒരു ആകാംക്ഷ കാളിദാസനെ മാതാപിതാക്കളെ അന്വേഷിച്ചലയാൻ പ്രേരിപ്പിച്ചു. തുടർന്ന് ദിവസങ്ങളോളം അന്വേഷണം തുടർന്നു. ജനവാസമുള്ള എല്ലായിടത്തും നടന്നു. കൃഷിയിടങ്ങളിലും ആഭരണങ്ങളിലും അന്വേഷിച്ചു. ഗുരുകുലങ്ങളിലും പാഠശാലയിലും കയറിയിറങ്ങി. പലരെയും കണ്ടു. പക്ഷേ കാളിദാസന് അച്ഛനമ്മമാരെ കണ്ടെത്താനായില്ല. ഉജ്ജയിനിയെക്കുറിച്ചറിഞ്ഞ കാളിദാസൻ്റെ മനസ്സിൽ അവിടുത്തെ ഭരണവ്യവസ്ഥ അത്യന്തം മതിപ്പുളവാക്കി. കച്ചവട കേന്ദ്രങ്ങളുടെ അധികാരിയായി പുണ്യാധ്യക്ഷനുണ്ട്. സാധനങ്ങൾക്ക് അമിത വില ഈടാക്കാതിരിക്കുവാനും നല്ല സാധനങ്ങൾ മാത്രം വിൽക്കുവാനും മറ്റുള്ളവരുമായി വ്യക്തമായ നിബന്ധനകളുണ്ടായിരുന്നു. പുണ്യാധ്യക്ഷൻ ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിരുന്നു. മറ്റു പ്രദേശങ്ങളിൽ നിന്നും വരുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച ശേഷമേ നഗരത്തിൽ വിൽക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ. കൗശാംബിയിലേക്കും മറ്റുമുള്ള യാത്രാസംഘത്തിൽ നിന്നും രാജസ്വം ഈടാക്കിയിരുന്നു. ഇവിടെ വിൽക്കപ്പെടുന്ന മദ്യം പോലും നല്ലതായിരിക്കണമെന്ന നിർബന്ധം കണ്ടു. അതിനായി സുരാധ്യക്ഷനെ നിയമിച്ചിരുന്നു. ഗണികാധ്യക്ഷൻ പോലുമുണ്ടെന്ന് കണ്ട് കാളിദാസന് അത്ഭുതം തോന്നാതിരുന്നില്ല. ഗണികകളുടെ പോലും വരവ് നിശ്ചയിച്ചിരിക്കുകയും
അതിനുമേലും കരം ചുമത്തുകയും ചെയ്യുന്നു. കരം പിരിക്കുക മാത്രമല്ല, കരം നൽകുന്നവർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അവരോട് പെരുമാറുന്നത് ശിക്ഷാർഹമായിരുന്നു. വിപണിയിൽ കരം പിരിക്കാൻ നിയുക്തമായ ഉദ്യോഗസ്ഥർ ഓരോരുത്തരും അവിടെയെത്തി. കച്ചവടക്കാരുടെ നിലവാരമനുസരിച്ച് കരം വാങ്ങുന്നുണ്ട്. പണം നൽകാനല്ലാത്തവർക്ക് തങ്ങളുടെ വിപണന സാധനം തന്നെ കരമായി കൈമാറാൻ സാധന സംരക്ഷകരെയും നിയമിച്ചിരുന്നു. വിപണിയിൽ കൊണ്ടുവന്ന സാധനത്തിൻ്റെ നിശ്ചിത ശതമാനമാണ് കരമായി പിരിക്കുന്നത്. ഒരു നല്ല ഭരണ സംവിധാനമാണ് ഉജ്ജയിനിയിലുള്ളതെന്ന് കാളിദാസന് ബോധ്യമായി. ഹരിദത്തൻ പറഞ്ഞതും മറ്റു പ്രദേശങ്ങളിൽ കേട്ടതും തികച്ചും സത്യം തന്നെ. ആ അന്വേഷണത്തിനിടയിലാണ് ജനസംഖ്യാ സൂക്ഷിപ്പുകാരനായ സ്തനികനെക്കുറിച്ച് ആരോ പറഞ്ഞറിഞ്ഞത്. കാളിദാസൻ സ്തനികൻ്റെ അടുത്തും പോയി. അദ്ദേഹത്തിന് കാളിദാസനെ സഹായിക്കാനായില്ല. ഇപ്പോൾ ഉജ്ജയിനിയിലുള്ളവരെക്കുറിച്ചും ഇവിടെ വന്നു പോകുന്നവരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നെങ്കിലും 10-15 വർഷം മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ രേഖകൾ കണ്ടെത്താനാകുമായിരുന്നില്ല. കാളിദാസന് സ്തനികൻ്റെ അടുത്തുനിന്നും നിരാശയോടെ മടങ്ങേണ്ടി വന്നു. ഗുരുദേവാശ്രയൻ കുറച്ചു ദിവസങ്ങൾ മുമ്പ് വരെ ഗുരുകുലത്തിലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ മാളവത്തിന് പുറത്തേക്ക് യാത്രയായിരിക്കുന്നു എന്ന വിവരമാണ് ലഭിച്ചത്.